മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചെയ്യുന്ന കൃഷി എന്ന് പറഞ്ഞാൽ ഈ താമരക്കണ്ണൻ ചേമ്പ്. നമുക്കറിയാം, ചേമ്പുകളിൽ ഏറ്റവും കൂടുതൽ സ്വാദിഷ്ടമായ ഒരു ചേമ്പിനമാണ് ഈ താമരക്കണ്ണൻ ചേമ്പ്. അപ്പം നമ്മൾ വ്യത്യസ്ത ഇനങ്ങളിലുള്ള ചേമ്പുകൾ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. അത് ചീമച്ചേമ്പ്, കൊച്ചിയേമ്പ്. ഈ താമരക്കണ്ണൻ ചേമ്പ് തന്നെ രണ്ടിനമുണ്ട്. പച്ച ഇലയുള്ളതും നീല ഇലയുള്ളതും. ഇത് നീല ഇലയുള്ളതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വിത്തുകൾ വലിയ വലിപ്പമുള്ളതാണ്, നല്ല വലിപ്പമുള്ള വിത്തുകളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ തട ഇതേപോലെയുള്ള ഇത് തടയാണ്. ഇതേപോലെയുള്ള തടയിൽ നിന്നാണ് വിത്തുകൾ ഉണ്ടാകുന്നത്. ഈ തടയും നമുക്ക് ഭക്ഷണത്തിന് അനുയോജ്യമാണ്, കാരണം ചൊറിച്ചിലുണ്ടാവത്തില്ല. അപ്പോൾ ഇത് പുഴുക്കായിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും സ്വാദിഷ്ടം. പിന്നെ കറിയായിട്ട് വെക്കാം, അതുപോലെ തന്നെ നമുക്ക് ഉപ്പേരിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം, അവിയലിനകത്ത് ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും സ്വാദിഷ്ടമായ ഒരു ഭക്ഷ്യ വിളയാണ് ചേമ്പ്. അപ്പം ഈ ചേമ്പ് ഈ കുംഭമാസത്തിൽ നമ്മൾ നടുകയാണെങ്കിൽ ജലസേചന സൗകര്യം ഉള്ളവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് ചാക്കിൽ, ഇത് നോക്കിയിട്ട് ഈ ചാക്കിൽ നമുക്ക് നടാം, ഒരു പ്രയാസമില്ല. ഇതേപോലെ ഒരു ചാക്കെടുത്ത് അകത്തോട്ട് മടക്കി വെക്കുക. ഇത് അകത്തോട്ട് മടക്കി വെക്കുക. മടക്കി വെച്ചതിന് ശേഷം ഒരു ചട്ടി മണ്ണ്, അതാണ്ട് ഇതേപോലെയുള്ള ഇത് മണ്ണാണ്. ഒരു ചട്ടി മണ്ണ് ഈ ചാക്കിന് അടിയിലിടുക. അതിനുശേഷം ഉണങ്ങിയ ഇലകൾ, ഇതെല്ലാം ഉണങ്ങിയ ഇലകളാണ്. ഉണങ്ങിയ ഇലകൾ അത് ഏതിൻ്റെ ഇലയായാലും മതി, ആഞ്ഞിലിയുടെയോ പ്ലാവിൻ്റെയോ. പുളിയുടെ ഇലയൊന്നും ഇടരുത്. പുളി, അതുപോലെ തെങ്ങിൻ്റെ ഓല ഇതൊന്നും ഇടരുത്. പിന്നെ കവുങ്ങിൻ്റെ ഇല ഇതൊന്നും ഇടരുത്. അല്ലാത്ത ഏതെങ്കിലും ഇല നല്ല ഭംഗിയായ രീതിയിൽ അമക്കി കൊള്ളിക്കുക. അത് രാവിലെയാണ് നല്ലത്. രാവിലെ, കാരണം വെയിലാവുന്ന ഈ ഇലകളൊക്കെ ഒതുങ്ങാൻ പ്രയാസപ്പെടും. അതുപോലെ പൊടിയൊക്കെ ചെയ്യാം. അപ്പോൾ രാവിലെ ആവുന്ന ഇതെല്ലാം ഒതുങ്ങി കിടക്കും. നല്ല ഭംഗിയായിട്ട് അങ്ങ് അമക്കി കൊള്ളിക്കുക. അമക്കി കൊള്ളിച്ചതിന് ശേഷം നമുക്ക് കുംഭമാസത്തിൽ ഇതേപോലെ ചേമ്പ് നടാം. ഈ ചേമ്പ് കുംഭമാസത്തിൽ നട്ടാൽ നമ്മൾ ഈ ചെയ്യുന്ന വളങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഓണത്തിന് ഇത് നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. നമുക്കറിയാം, ഓണം എന്ന് പറയുമ്പോൾ പച്ചക്കറികൾക്ക് എല്ലാ വീട്ടിലും ഓണമില്ല എന്ന് പറയുന്ന വീടുകൾ പോലും ഓണത്തിന് പച്ചക്കറികളും ഒക്കെ ഇഷ്ടംപോലെ വാങ്ങിക്കും. എങ്ങനെയെങ്കിലും ഒക്കെ പൈസ നമ്മുടെ കയ്യിൽ വന്നു ചേരും. അപ്പോൾ ബോണസിൻ്റെ ആയാലും എല്ലാ സ്ഥലങ്ങളിലുള്ള പൈസ വന്നു ചേരും. ഈ പൈസ എല്ലാം നമ്മൾ പച്ചക്കറിക്കും അതുപോലെ തുണിക്കും പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ചിലവഴിക്കുന്നത്. അപ്പം ഓണത്തിനേക്ക് ഒരു വീട്ടിലേക്കുള്ള പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതിന്, അത് ചേനയായാലും കിഴങ്ങ് വർഗ്ഗ വിള പച്ചക്കറികളും കിഴങ്ങ് വർഗ്ഗ വിളകളും, കിഴങ്ങ്, ചേമ്പ്, ഇതൊക്കെ കിഴങ്ങ് വർഗ്ഗ വിളകളാണ്. ഇതെല്ലാം നമുക്ക് സാധിക്കും. അപ്പോൾ മനസ്സ് നമുക്കുണ്ടാവണം. മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു മാർഗം ഉണ്ടാകും എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ചേമ്പിൻ്റെ കാര്യം ആണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പം ഇപ്പോൾ താമരക്കണ്ണൻ ചേമ്പ് നടുന്ന രീതിയാണ് ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയുന്നത്. സുഹൃത്തുക്കളെ, ചേമ്പിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്താണെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ചേമ്പിൽ മഗ്നീഷ്യം, ബീറ്റാ കരോട്ടിൻ, കാൽസ്യം തുടങ്ങിയ ഘടകങ്ങൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ചേമ്പ് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കഴിക്കുകയാണെങ്കിൽ അകാല വാർദ്ധക്യത്തെ തടയാൻ വളരെ വിശേഷപ്പെട്ട ഒരു ഭക്ഷണപദാർത്ഥമാണ് ചേമ്പ്. അതുപോലെ തന്നെ ചേമ്പിൽ ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നു. അതിനാൽ ചേമ്പ് സ്ഥിരമായി നമ്മൾ കഴിക്കുകയാണെങ്കിൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമപ്പെടുത്തി പ്രമേഹം എന്ന രോഗത്തെ തടയാൻ ചേമ്പിന് കഴിയും. ഇന്ന് കേരളീയരെ അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രോഗങ്ങളിലൊന്നാണ് പ്രമേഹം എന്ന കാര്യം നാം മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ രക്തത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കാനുള്ള കഴിവ് ചേമ്പ് കഴിക്കുന്നതിലൂടെ നമുക്ക് വന്നു ചേരും. ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മൊത്തം ഇല്ലാതാക്കാൻ ചേമ്പ് കഴിക്കുന്നതിലൂടെ സാധിക്കും. അതുപോലെ തന്നെ വയറിളക്കമുള്ള സമയത്ത് ചേമ്പ് പുഴുക്കായിട്ടോ അല്ലെങ്കിൽ കറിയായിട്ടോ കഴിക്കുന്ന വയറിളക്കത്തെ തടയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ഈ ചേമ്പിന് ഒട്ടനവധി ഔഷധ മൂല്യങ്ങളുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനിയും ഈ ചേമ്പ് എങ്ങനെയാണ് നടുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ പറഞ്ഞത്, കരിയില ഇങ്ങനെ ഇട്ടു. കരിയില ഇട്ടതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിപ്പം ഈ ചേമ്പ് എൻ്റെ തടയാണ്. ഇത് തട വേണമെങ്കിലും നടാം. അപ്പോൾ ഒരു ചാക്കിനകത്ത് നമ്മൾ 2 എണ്ണമാണ് വെക്കേണ്ടതാണ്. ഇങ്ങനെ നോക്കിയിട്ട് നമ്മളിങ്ങനെ അങ്ങ് വെക്കുക, ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് ഞാൻ 2 ഭാഗത്തായിട്ട് ഞാൻ 2 എണ്ണമാണ് നടുന്നത്. അപ്പം ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് മണ്ണിട്ട് കൊടുക്കുക.
അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചേമ്പിൻ്റെ വേരുകൾ മുകളിലോട്ടാണ് വരുന്നത്. അതായത് വാഴയുടെ വേരുകൾ പോലെ തന്നെ ചേമ്പിൻ്റെ വേരുകൾ മണ്ണിൻ്റെ മുകളിൽ നിന്ന് അടിയിലോട്ട് ഒരുപാട് പോകത്തില്ല. ആ സമാന നിരപ്പിൽ നിന്നാണ് വളം വലിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിയിലോട്ട് വളം നമ്മളുടെ കാര്യമില്ല, മുകളിൽ നമ്മൾ വളം ഇട്ടാൽ മതി. പിന്നെ മറ്റൊന്ന്, കൃഷിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മണ്ണിൻ്റെയും വളത്തിൻ്റെയും കാര്യമാണ്. മണ്ണില്ലാ കൃഷികളൊക്കെ ഇന്ന് പ്രചാരം ഏറി വരികയാണെങ്കിലും മണ്ണ് ഒരു കൃഷിയെ സംബന്ധിച്ച് പറഞ്ഞാൽ അതിൻ്റെ വയറ് എന്ന് പറയുന്നത് മണ്ണാണ്. കാരണം മണ്ണിൽ നടക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ആ കൃഷി വളരുന്നതും വിളവ് തരുന്നതും അത് നശിക്കുന്നതും ഒക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ ചാക്കിലെ, ഗ്രോ ബാഗിലെ, ചട്ടിയിൽ, ഡ്രമ്മിൽ ഒക്കെ കൃഷി ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എടുക്കുന്ന മണ്ണ് മേൽമണ്ണായിരിക്കണം. മേൽമണ്ണെന്ന് പറഞ്ഞാൽ മാവ്, പ്ലാവ്, പറങ്കാവ് എന്നീ വൃക്ഷങ്ങളുടെയൊക്കെ, അതായത് പുളി ഇനത്തിൽപ്പെട്ട, തെങ്ങ് ഇനത്തിൽപ്പെട്ട, കവുങ്ങ് ഇനത്തിൽപ്പെട്ട ആ വൃക്ഷങ്ങളുടെ ഇലകൾ വീണ മണ്ണ്, അതിൻ്റെ ഇലകൾ ഒരു കാരണവശാലും നമ്മൾ വളത്തിനായിട്ട് ഉപയോഗിക്കരുത്. പകരം പ്ലാവ്, മാവ്, പറങ്കാവ്, ചീമപ്ലാവ്, ചീമക്കൊന്ന തുടങ്ങി എല്ലാത്തിൻ്റെയും കൊള്ളാം. അപ്പോൾ ഈ ഇലകളൊക്കെ വീണ്, ഇതിന് നമുക്കറിയാം വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ഇതിൻ്റെ ഇലകൾ പൊഴിയാറുണ്ട്. ഇത് മണ്ണിൽ കിടന്ന് പൊടിഞ്ഞ് മണ്ണുമായിട്ട് ലയിച്ച് ചേരുന്ന മണ്ണിന് മേൽമണ്ണെന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ പോഷക സമ്പുഷ്ടമാണ്. ഈ മണ്ണ് മേൽഭാഗത്തുനിന്ന് വെട്ടിയെടുത്ത് വേണം അതിലെ കല്ല് നീക്കം ചെയ്തതിന് ശേഷം വേണം നമ്മൾ ചാക്കിലും ഡ്രമ്മിലും ചെടിച്ചട്ടിയിലും ഒക്കെ നമ്മൾ നിറച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ വലുതായിട്ട് കുമ്മായത്തിൻ്റെ ഒന്നും ആവശ്യം വരില്ല, കാരണം പുളിപ്പ് വലുതായിട്ടില്ല. എന്നാൽ തെങ്ങിൻ്റെ ചുവട്ടിൽ, അതായത് മഴകൾ പെയ്ത് ആ ഫലഭൂഷ നഷ്ടപ്പെട്ട മണ്ണാണെങ്കിൽ ആ മണ്ണിന് പുളിപ്പായിരിക്കും ഉള്ളത്. അപ്പം നമുക്കറിയാം പഴകിയ ആഹാര സാധനങ്ങൾ, അതിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെട്ടാൽ അതിൻ്റെ പുളിപ്പ് അനുഭവപ്പെടും. അതേപോലെ തന്നെ ആ പുളിപ്പുള്ള ഭക്ഷണം, ഇപ്പം മാംസാഹാരം നേരത്തോട് നേരം കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ അത് രുചിച്ച് നോക്കിയാൽ പുളിപ്പ് അനുഭവപ്പെടും. കാരണം അതിനകത്ത് നമുക്ക് അത് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ദോഷമുണ്ടാകും. അതേപോലെ പുളിപ്പുള്ള മണ്ണിൽ കൃഷികൾ ചെയ്ത് കഴിഞ്ഞാൽ ആ കൃഷി വേണ്ടത്ര വിളവ് ലഭിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പുളിപ്പില്ലാത്ത മണ്ണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. മണ്ണിൻ്റെ പുളിപ്പ് മാറ്റുന്ന കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാം. അപ്പം പ്രിയമുള്ളവർ, അപ്പം ഒരു കാര്യം കൂടി പറയുകയാണ്. അപ്പോൾ ഈ അടുത്ത സമയങ്ങളിലായിട്ട് ചില സുഹൃത്തുക്കൾ നമ്മുടെ കമൻറ്റിലൂടെ പറയുന്നുണ്ട്, കാര്യങ്ങൾ ചുരുക്കി പറയുന്നു. ഞാനതിന് മറുപടി കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇട്ടതാണ്. ഈ 1/3 സംഗ്രഹിക്കുക എന്ന് പറയുന്ന ഒരു ചോദ്യം ഏതാണ്ട് 10-20 വർഷങ്ങൾക്ക് മുമ്പ് SLC പരീക്ഷയ്ക്കും ഹൈസ്കൂൾ പരീക്ഷയ്ക്കും പ്രീ ഡിഗ്രി പരീക്ഷയ്ക്കും ഉണ്ടായിരുന്നു. അത് ഭാഷാ വിഷയങ്ങൾക്കാണ് പ്രധാനമായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ 1/3 സംഗ്രഹിച്ച് പറയേണ്ട ഒരു വേദിയല്ല. കാരണം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, നമ്മൾ മനസ്സിലാക്കുന്ന, നമ്മൾ പഠിക്കുന്ന, നമ്മൾ വായിക്കുന്ന കാര്യങ്ങളുടെ ഏതാണ്ട് 70% മാത്രമേ നമ്മുടെ മനസ്സ് സ്വീകരിക്കത്തുള്ളൂ, നമ്മുടെ മനസ്സ് അബ്സോർവ് ചെയ്യത്തുള്ളൂ. നമ്മുടെ മനസ്സ് സ്വീകരിക്കുന്ന, മനസ്സ് അബ്സോർവ് ചെയ്യുന്ന ആ 70% നിന്നും നമുക്ക് ഓർമ്മയിൽ വരുന്നത് വെറും 50% മാത്രമായിരിക്കും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഞാൻ ദീർഘമായ ഈ കാര്യങ്ങൾ പറഞ്ഞാൽ കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക്, അടുത്ത കാലത്തായി കൃഷിയിൽ നിന്നും പൂർണ്ണമായ വിരക്തി ആയിരിക്കുന്ന ഒരു തലമുറയാണ് നമ്മുടെ മുമ്പിലുള്ളത്, ഒരു തർക്കമില്ലാക്കരുത്. അപ്പം അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് രോഗങ്ങൾ വന്നത്. കാരണം നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന ആ നെഗറ്റീവ് ഊർജ്ജത്തെ, അതായത് നമ്മുടെ ശരീരത്തിന് വിസർജിച്ച് കളയേണ്ട വാതകത്തെയും ഊർജ്ജത്തെയും മണ്ണിലൂടെ വലിച്ചെടുക്കാൻ സംവിധാനമില്ലാത്തതുകൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ചിന്തകൾ പല വിധത്തിൽ ആകുന്നതുകൊണ്ടൊക്കെയാണ് ഈ അസുഖം ഉണ്ടാകുന്നത്. നമ്മളിപ്പോൾ ഒരു ആശുപത്രിയിൽ പോയാൽ, ഒരു രോഗിയെ കാണാൻ ആശുപത്രിയിൽ പോയാൽ ആ ആശുപത്രി തെള്ളു കണ്ട് നമ്മൾ അന്തം വിട്ടുപോകും. കാരണം എന്താണ്? മനഃശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ മാനസിക കാരണങ്ങൾ, മനസ്സിൽ അടക്കി വച്ചിരിക്കുന്ന വികാര വിചാരങ്ങൾ, അത് രോഗങ്ങളുടെ രൂപത്തിൽ പുറത്തു വരുന്നതാണ്. അപ്പം നമ്മൾ ഈ കാണുന്ന രോഗികൾക്കിടെ 70% കാരണം അവരുടെ യഥാർത്ഥത്തിൽ രോഗം എന്ന് പറയുന്ന മാനസിക കാരണങ്ങളാണ് എന്നുള്ളതാണ്. നമുക്കൊക്കെ നമ്മുടെ ശരീരത്തിന് ആന്തരികമായിട്ടോ ബാഹ്യമായിട്ടോ ഉണ്ടാകുന്ന രോഗങ്ങൾക്കൊക്കെ ഡോക്ടർമാരെ സമീപിച്ച് മരുന്ന് കഴിക്കാറുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഒരു ചെറിയ മുറിവ് ഒരു വാക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ നമ്മുടെ സ്വന്തം ചിന്ത കൊണ്ടോ പശ്ചാത്താപം കൊണ്ടോ ഉണ്ടാക്കിയാൽ അതിന് ചികിത്സിക്കാൻ നമ്മൾ സാധാരണഗതിയിലെങ്ങും പോകാറില്ല. ഇത് അടിച്ചമർത്തപ്പെട്ട് അത് ഒരു മുറിവായി മാറി അത് പഴുത്ത് പൊട്ടി വ്രണമെടുത്ത് മറ്റസുഖങ്ങളായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് കേരളം നമ്പർ 1 രോഗികളുടെ ഒരു പരദേശിയായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് പ്രമേഹം, അതായത് ഷുഗർ എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടായാൽ ആ ആൾ മരണം വരെ മരുന്ന് കുടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പ്രിയമുള്ളവരെ, നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്ത് ഇഷ്ടം പോലെ ധനമുണ്ടായി ശതകോടീശ്വരന്മാരായാലും ആരോഗ്യം ക്ഷയിച്ചാൽ, നമ്മളെ ഏതെങ്കിലും രോഗം തളർത്തുകയാണെങ്കിൽ അതുകൊണ്ട്
ആ ജീവിതം കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം? മനസ്സമാധാനമില്ലെങ്കിൽ മറ്റെന്താണ് നമുക്ക് വലുത്? ആരോഗ്യമാണ് സമ്പത്ത് എന്ന കാര്യം നമ്മൾ ഓർക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ കൃഷിയെ നമ്മളുടെ വീഡിയോ കണ്ടുകൊണ്ട് ഏതെങ്കിലും ആരെങ്കിലും റിട്ടയർമെൻറ്റ് ചെയ്തവരോ അതല്ലെങ്കിൽ ജോലിയിരിക്കുന്നവരോ അവർക്കൊക്കെ കൃഷിയോട് സ്നേഹം തോന്നുകയും സ്വന്തം വീട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാൻ മനസ്സ് വരികയോ ഒക്കെ ചെയ്യണം. ആ ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മൾ യൂട്യൂബ് ചാനൽ ആരംഭിച്ചതും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സമയമുള്ളവർ, കൃഷിയെ സ്നേഹമുള്ളവർ, കൃഷിക്കാഴ്ചകൾ കാണണമെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ അവതരിപ്പിക്കുന്നത്. പിന്നെ ഒരിക്കൽ ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ കുറേ കുട്ടികൾ, വിദ്യാർത്ഥികൾ, പ്ലസ് ടുവിനും അതുപോലെ തന്നെ ഡിഗ്രിക്കും ഹൈസ്കൂളിലൊക്കെ പഠിച്ചിരിക്കുന്ന കുറേ വിദ്യാർത്ഥികൾ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ കാണുകയും അവർക്ക് ഉചിതമായ രീതിയിൽ പയറും പാവലും ചേനയും വെണ്ടയും ഒക്കെ പലരും കൃഷി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവരൊക്കെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, 2-3 പ്രാവശ്യം ഞങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടെ സാവകാശത്തിൽ പല പ്രാവശ്യങ്ങൾ ഞങ്ങളെ പറഞ്ഞെന്ന് മനസ്സിലാക്കണമെന്ന് ആ ഒരു അഭിപ്രായം കൂടെ വിലയിരുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന കാര്യം സവിനയം വിമർശിക്കുന്ന ആളുകളെ ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ കാണുന്നതിൽ, നമ്മൾ പരിചയപ്പെടുന്നതിൽ, നമ്മൾ അറിയുന്നവരുടെ ദോഷവശങ്ങളല്ല നമ്മൾ കാണാൻ ശ്രമിക്കേണ്ടത്. പകരം നന്മയെ കണ്ടെത്താനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും ഉള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ഈ സമയം, ഇപ്പം നമുക്ക് സമയമില്ല, എല്ലാവരും എന്തിനോ വേണ്ടി ഓടുകയാണ്, എന്തിനോ വേണ്ടി നട്ടതിരിക്കുകയാണ്. അത് മാറ്റിയെടുക്കണം. ക്ഷമയും സഹനശക്തിയും കാണിച്ചുകൊണ്ട് ജീവിത വിജയം കൈവരിക്കാൻ നമുക്ക് ഒത്തൊരുമിച്ച് ശ്രമിക്കാം. അപ്പം നമുക്ക് വീണ്ടും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഇതിന് ഞാൻ കുറച്ച് മണ്ണിട്ടു, താമരക്കണ്ണൻ ചേമ്പിന് മണ്ണിട്ടു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന വളം ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞു, ഇത് സമാന്തരമായ എടുത്തുമാണ് വളം വലിച്ചെടുക്കുന്നത്. ഇവിടെ ഞാൻ നോക്കിയിട്ട് ഞാൻ ആദ്യമായിട്ട് കുറച്ച് ചാമ്പൽ, വെണ്ണീർ, ചാരം വാരി കൊടുക്കുകയാണ്. പിന്നീട് ഇട്ട് കൊടുക്കുന്നത് എല്ലുപൊടിയാണ്. ഇതെല്ലാം കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. കണ്ടോ, ഒറ്റക്കൈ എല്ലുപൊടിയേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഒറ്റക്കൈ എല്ലുപൊടി, ഒരുപാട് വളമൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നീട് വേപ്പിൻ പിണ്ണാക്കാണ്. വേപ്പിൻ പിണ്ണാക്കിൻ്റെ കാര്യങ്ങൾ ഓരോ കൃഷിയിലും ഞാൻ പറയുന്നുണ്ട്. ഇതൊരു കീടനാശിനിയാണ്, ഒപ്പം ഒരു വളമാണ്. നമ്മൾ ഇട്ട് കൊടുക്കുന്ന മണ്ണിൽ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും കൃഷിക്ക് അനുകൂലമല്ലാത്ത ഘടകങ്ങളുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും വിരകളോ വല്ലതും ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാൻ ഏറ്റവും ഉചിതമായ ഒരു സംഗതിയാണ് ഈ വേപ്പിൻ പിണ്ണാക്ക്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ, ഏറ്റവും ഗുണപ്രദമായ രീതിയിൽ, അതായത് മെച്ചപ്പെട്ട ലാഭം ഉണ്ടാക്കിയെടുക്കാൻ ഒരാൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കൃഷി രീതികളാണ് നമ്മളിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള കൃഷി രീതികൾ കാണാനും ഇത് സമാന ചിന്താഗതിയുള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ താല്പര്യമെങ്കിൽ നിങ്ങൾ നാളിതുവരെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ പൂർണ്ണ പിന്തുണയും സഹായങ്ങളും സഹകരണങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അഭ്യുതാകാംക്ഷികൾക്കും മാന്യ സുഹൃത്തുക്കൾക്കും മാന്യ മിത്രങ്ങൾക്കും ഞാൻ കൃത്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ബാക്കി നമുക്ക് കാണാം. അപ്പോൾ ഇനിയും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വളമൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനിയും ഈ മണ്ണ് ഇതിൻ്റെ മുകളിലോട്ട് അങ്ങിടുകയാണ്. മണ്ണിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ചേമ്പിൻ്റെ മുകുളം. ഇത് കണ്ടോ, ചേമ്പിനൊന്നും ഒരുപാട് മണ്ണൊന്നും വേണ്ട. അതുകൊണ്ട് ഈ മുകുളം കണ്ട് ഇവിടെ ഇങ്ങനെ, ഈ മുകുളം ഇങ്ങനെ വരത്തക്ക രീതിയിൽ വേണം നമ്മൾ, കണ്ടോ, ഈ മുകുളം ഇങ്ങനെ വരത്തക്ക രീതിയിൽ വേണം നമ്മൾ ഇടാൻ. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇതിന് കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. കാരണം ചേമ്പിനൊക്കെ നല്ല വെള്ളം ആവശ്യമാണ്. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചേമ്പ്, ചേന, ഇഞ്ചി, മഞ്ഞൾ, കച്ചോലം അപ്പോൾ തുടങ്ങിയ വിളകൾക്ക് വെയിലിൻ്റെ ഒന്നും വലുതായിട്ട് ആവശ്യമില്ല. ചെറിയ രീതിയിലൊക്കെ ഒരു വെയിൽ കിട്ടിയാൽ മതി. അതുകൊണ്ട് തന്നെ ഇങ്ങനെ തയ്യാറാക്കുന്ന ഈ കൃഷി നമുക്ക് ഏതെങ്കിലും വൃക്ഷങ്ങളുടെ ചുവട്ടിലൊക്കെ മാറ്റി വെച്ചാൽ കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം വലുതായിട്ട് വെയിലടിക്കത്തില്ല. കിളിച്ച് വരുന്നിടം വരെ നമ്മൾ 2 നേരം വെള്ളം ഒഴിച്ചു കൊടുക്കുക. കിളിച്ച് കഴിയുന്ന വൈകുന്നേരങ്ങളിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ഇതിന് എപ്പോഴും ഒരു പുതയിട്ട് കൊടുക്കണം. ഓക്കെ, ഇങ്ങനെ കരിയില ഇട്ട് കൊടുക്കുന്നതിനാണ് പുതയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ. പിന്നെ ഇത് കിളിച്ച് വലുതായി കഴിയുന്നുണ്ടെങ്കിൽ ഇതിനാവശ്യം എന്ന് വെച്ചാൽ പച്ചില വളങ്ങളാണ്. അപ്പോൾ നമുക്ക് പറ്റുന്നെങ്കിൽ
ചാണകം കലക്കി നേർപ്പിച്ചൊഴിച്ചു കൊടുക്കാം. അത് അല്ലെങ്കിൽ നമുക്ക് ചാണകത്തിന് പകരം ഒരു ജൈവ ലായനി ഉണ്ടാക്കാൻ പറ്റും. അത് ഞാൻ അടുത്ത ദിവസം വീഡിയോ ഇടാം. അത് ഒഴിച്ചു കൊടുക്കാം. ഇതും അതുപോലെ തന്നെ നമ്മുടെ പറമ്പിലുമൊക്കെ നിൽക്കുന്ന കാടുകൾ, ചെറിയ ചെറിയ പോച്ചകൾ, പുല്ലുകളൊക്കെ അറുത്തെടുത്ത് വളരുന്നതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതുപോലെ തന്നെ കുറേ കഴിയുന്നുണ്ടെങ്കിൽ ചാക്ക് താപ്പോട്ട് അങ്ങ് താഴും. അതനുസരിച്ച് നമുക്ക് പുല്ലൊക്കെ ഇട്ട് കൊടുത്താൽ ഈ ഒരു ചാക്കിൽ നിന്നും ഒരു 15 കിലോ തൂക്കം വരുന്ന ചേമ്പ് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഇത് പറയുന്നുണ്ടെങ്കിൽ ഇതൊരു വിരോധാഭാസമല്ല. പരീക്ഷിച്ച് നോക്കി മനസ്സിലാക്കി വിജയിച്ച കാര്യമാണ്. അതിന് ഞാൻ ചെയ്യുന്ന വളങ്ങൾ അതുപോലെ ചെയ്തെങ്കിൽ മാത്രമേ പറ്റൂ. ഒരാൾ ഇത് കേട്ടിട്ട് വേണ്ടത്ര ശ്രദ്ധയും ആത്മാർത്ഥതയും കാണിക്കാതെ ചില അത്രയും കിട്ടണമെന്നില്ല. അതുപോലെ തന്നെ കൃഷി ചെയ്യുന്ന ആൾ, കൃഷിയെ ഇഷ്ടപ്പെടുന്നവർ കൃഷിയെ സ്നേഹിക്കുകയും കൃഷിയെ ഇഷ്ടപ്പെടുകയും ചെയ്യണം. ആ ഇഷ്ടത്തോടെ ആത്മവിശ്വാസത്തോടെ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ പൂർണ്ണമായ ഒരു വിജയം കൈവരിക്കത്തുള്ളൂ. പ്രവൃത്തി മാത്രമല്ല, ഭാവനയ്ക്കും വിശ്വാസത്തിനും ആത്മവിശ്വാസത്തിനും കൃഷിയിൽ നല്ല ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന കാര്യം നമ്മൾ മറക്കരുത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ കാണാനും വേണ്ട പ്രതികരണം നൽകാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും കൃത്യമായ നന്ദി ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.